ഇസ്രായേലിന്റെ ആത്മവിമോചകൻ, ധീരനായ വീരനായ നാസീർ വൃതക്കാരനായ സാംസൺ. ഇല്ല ഇല്ല, സാംസനെ തോൽപ്പിക്കാൻ എഫ്രിസ്ത്യൻ കൂട്ടങ്ങൾക്കാവില്ല. ദലീല, നീ പറഞ്ഞ പ്രകാരം ഇതാ ഞങ്ങൾ സാംസനെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. ഇപ്രാവശ്യം ഇവൻ രക്ഷപ്പെടാൻ ദലീല ആദ്യം നിന്നെ ഞങ്ങൾ കൊല്ലും. നിങ്ങൾ അവനെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ? അത് സത്യമാണ്. അവന്റെ വ്രതമാണ് അവന്റെ ശക്തി. ലഹരി നിറഞ്ഞ അവന്റെ മുടി മുറിച്ചപ്പോൾ അവന്റെ വ്രതം തെറ്റി. അവൻ ആശ്രയിച്ചിരുന്നവന്റെ ശക്തനായ ദൈവം അവനെ കൈവിടും. തീർച്ച. ദലീല, നീ എന്നെ ചതിച്ചില്ലേ? നീ എന്റെ പ്രാണ പ്രേസിയായിരുന്നില്ലേ? നിന്നെ ഞാൻ എന്റെ പ്രാണനേക്കാൾ സ്നേഹിച്ചില്ലേ, വിശ്വസിച്ചില്ലേ? എന്നിട്ടും നീ എന്നെ ഇതാ ദലീല, ഞങ്ങൾ വാഗ്ദാനം ചെയ്ത വെള്ളിനാണയം. ഇനി ഇത് നിനക്ക് സ്വന്തം. ഇവന്റെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കോ. ദലീല, ഏതാനും വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി നീ എന്നെ ഒച്ച കൊടുത്തല്ലേ? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ സർവ്വസമ്പാദ്യങ്ങളും നിനക്ക് നൽകുമായിരുന്നില്ലേ? അല്ല സാംസൺ, ഇതെന്റെ പ്രതികാരമാണ്. എന്റെ കുടുംബത്തിലെ രക്തച്ചൊരിച്ചിലുള്ള പ്രതികാരം, അല്ലാതെ ഏതാനും വെള്ളി നാണയങ്ങൾക്ക് വേണ്ടിയല്ല. ഇതാ, എനിക്ക് വില കൊണ്ടൊരു കാര്യവുമില്ല. നിങ്ങൾ തന്നെ എടുത്തോളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കഥ? ദലീല എന്ന സ്ത്രീയുടെ പ്രതികാരത്തിന്റെ ചതിയിൽ പൊതിഞ്ഞ സുന്ദരമായ പ്രണയകഥ. ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിയുടെ ന്യായാധിപനായിരുന്നു സാംസൺ. ജനനം മുതൽ യഹോവയോട് ഉടമ്പടി ചെയ്ത നാസീർ വ്രതക്കാരൻ. വീഞ്ഞോ ലഹരിയോ മറ്റ് അശുദ്ധമായതൊന്നും ഭക്ഷിക്കാത്തവൻ. ദൈവത്തിന്റെ ആത്മാവ് അവനോടുകൂടി വസിച്ചിരുന്നു. ആ ശക്തിയാൽ അനേകം ഫിലിസ്ത്യരെ അവൻ കൊന്നൊടുക്കി. പഴയ നിയമ ഗ്രന്ഥത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും സാംശീകരിച്ചെടുത്ത് ഞങ്ങളിതാ അവതരിപ്പിക്കുന്നു. സാംസൺ ദൈവത്തിന്റെ യോദ്ധാവ്. ദലീല, നീ അറിഞ്ഞോ? ആ സാംസൺ നമ്മുടെ വൈക്കോൽപ്പുരയ്ക്ക് തീ വെച്ചു. നമ്മുടെ ധാന്യപുരകളും ആടുമാടുകളും എല്ലാം കത്തിച്ചാമ്പലായി. എല്ലാം നിന്റെ അപ്പനായി എടുത്തു വെച്ചത്. അയ്യോ, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? എവിടെയാണ് അപ്പന്റെ സഹോദരങ്ങൾ? വയലിൽ നിന്റെ അപ്പനെ സഹോദരങ്ങളെ അവൻ അഗ്നിക്കിരയാക്കി. എന്തിനായിരുന്നു അവൻ എന്റെ കുടുംബത്തോട് ഈ കൊടുഞ്ചത് ചെയ്തത്? സത്യത്തിൽ സാംസണാണോ ഇത് ചെയ്തത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാം, എല്ലാം സാംസൺ തന്നെയാണ് ചെയ്തത്. നിന്റെ കുടുംബത്തിൽ ഒരാൾ പോലും അവശേഷിച്ചിട്ടില്ല. നമുക്ക് അവനോട് പ്രതികാരം ചെയ്യാൻ ത്രാണിയുമില്ല. വേണ്ട, ആരും പ്രതികാരം ചെയ്യണ്ട. എന്റെ കുടുംബത്തെ നശിപ്പിച്ച അവനോട് ഞാൻ പ്രതികാരം ചെയ്യും. ആരും എന്നെ തടയരുത്. ഇല്ല, പിച്ചും പ്രിയും പറയാതെ നിന്നെ കൊണ്ടാവില്ല. അവൻ കഴുതയുടെ താടിയിലുകൊണ്ട് 1000 പേരെ കൊന്നവൻ. അവരുടെ ശവശൈലം കൊണ്ട് ഊനക്കൂട്ടിയവൻ. സിംഹത്തെ ഒറ്റയ്ക്ക് കൊന്നവൻ. അവനോട് യുദ്ധം ചെയ്യാൻ നിനക്കാവില്ല. ഇല്ല, അതുകൊണ്ടൊന്നും
എനിക്ക് ഉറപ്പാ. സാംസന്റെ പതനം എന്റെ ഈ കൈ കൊണ്ടായിരിക്കും. എങ്കിൽ ചെവി തുറന്ന് കേട്ടോളൂ. നീ അവനെ കീഴടക്കിയാൽ നിനക്ക് ഞങ്ങൾ 1000 വെള്ളി നാണയങ്ങൾ തരും. ഇത് വെറും വാക്കല്ല. ആർക്കു വേണം നിങ്ങളുടെ നാണയങ്ങൾ? എനിക്ക് വജ്രമോ സ്വർണമോ വെള്ളിയോ വേണ്ട. സാംസന്റെ പതനമാണ് ഈ ഉള്ളവരുടെ ലക്ഷ്യം. ഞാൻ എന്റെ പ്രാണപ്രയസിയോടൊന്ന് സല്ലപിക്കട്ടെ. എന്റെ ഹൃദയേശ്വരി, യൂദയായുടെ സൗന്ദര്യ റാണി, എന്റെ ഈ ശക്തി നിന്റെ ഈ സൗന്ദര്യത്തിന് മുൻപിൽ ഒന്നുമല്ല. ഇല്ല സാംസൺ, നിനക്ക് എന്നോട് വെറുപ്പാ. നീ ആഗ്രഹിക്കുന്നത് എന്റെ സൗന്ദര്യം മാത്രം. എന്തിനാണ് പ്രിയേ നീ ഇങ്ങനെ പരിഭവം പറയുന്നത്? നിന്റെ കണ്ണു നിറയുമ്പോൾ ധീരനായി സാംസൺ പോലും തളർന്നു പോകുന്നു. നീ വെറുതെ പറയുകയാ. മുൻപ് 3 പ്രാവശ്യം നിന്റെ അജയ ശക്തിയെ പറ്റി ഞാൻ ചോദിച്ചു. 3 പ്രാവശ്യവും നീ എന്നെ കബളിപ്പിച്ചു. നിന്റെ ഈ പ്രണയ പാരവശ്യം വെറും അഭിനയമാ. നീ എന്തിനാണ് ഇതറിയാൻ ഇത്ര ശാഠ്യം പിടിക്കുന്നത്? ഇതെന്റെ മനോബലത്തെ തകർക്കുന്നതാണ്. ദയവ് ചെയ്ത് ഇത് മാത്രം ചോദിക്കുക. നിന്റെ ഹൃദയം എന്റെ കൂടെ ഇല്ലെങ്കിൽ നിന്റെ ഈ സ്നേഹം കപടമാണ്. അല്ല 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 ദലീല, എന്റെ സ്നേഹം നിന്റെ സൗന്ദര്യം പോലെ സത്യമാണ്. നിന്നോട് മാത്രം ഞാൻ രഹസ്യം പറയാം. മറ്റാരും അതറിയാൻ പാടില്ല. എന്റെ ജനനം മുതൽ ഞാൻ ദൈവത്തിന്റെ നാസിക പദക്കാരനാണ്. ശൗരകത്തെ എന്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. എന്റെ മുടി മുറിഞ്ഞാൽ ഞാൻ ശക്തി ക്ഷയിച്ച് സാധാരണ മനുഷ്യനെ പോലെയാണ്. അങ്ങനെ സാംസണെ കുറിച്ചുള്ള രഹസ്യം അവൾ അറിഞ്ഞപ്പോൾ ആ വിവരം അവൾ ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു. അവർ പണവുമായി അവരുടെ അടുത്തെത്തി. അവൾ അവനെ തന്റെ മടിയിൽ കിടത്തി ഉറക്കി. ഇതാ സാംസന്റെ ശക്തി എന്റെ കരങ്ങളിൽ. ആഹ്ലാദിക്കുക, ആരവം മുഴക്കുക. നിന്റെ ഈ കണ്ണുകൾ കൊണ്ടല്ലേ നീ ഫിലിസ്ത്യരെ തേടിപ്പിടിച്ച് കൊന്നുകൂട്ടിയത്? നിനക്ക് ഈ കണ്ണുകൾ വേണ്ട. ദൈവം ചെയ്തിട്ട് കൊല്ലില്ലെന്ന് പറയും. ഇല്ല സാംസൺ, നിന്നെ ഞങ്ങൾ കൊല്ലില്ല. നീ മരിക്കില്ല. അന്ധനായ നിന്നെ ഞങ്ങൾ അടിമയാക്കി പീഡിപ്പിക്കും. മതി, അതിലും ഭേദം മരണമാണ്. ശപിക്കപ്പെട്ടവനാണ് ഈ സാംസൺ. യഹോവ കൈവിട്ടു പാപിയായ സാംസൺ. മുടിമുറിച്ച് വ്രതമുടച്ച് ഹതഭാഗ്യവാനായ സാംസൺ. മുടിമുളയ്ക്കാത്ത കണ്ണു കാണാത്ത ചുവട് വയ്ക്കാത്ത സാംസൺ. മുടിമുളയ്ക്കാത്ത കണ്ണു കാണാത്ത ചുവട് വയ്ക്കാത്ത സാംസൺ. വാല് പിടിച്ച് സിംഹത്തെ നിലത്തടിച്ച സാംസൺ. കഴുതയുടെ താടിയെല്ലുകൊണ്ട്
വ്രതം മുറിച്ച സാംസനെ ദൈവം കൈവിട്ടു. അവനെ അവർ കൈകാലുകൾ കെട്ടി കാരാഗൃഹത്തിൽ അടച്ചു. യഹോവേ, എന്റെ ജീവൻ അങ്ങേക്ക് കടപ്പെട്ടിരിക്കുന്നു. ഈ തടവറയിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. സകലർക്കും ഞാനിപ്പോൾ ഒരു പരിഹാസപാത്രമാണ്. ഞാനിപ്പോൾ മനുഷ്യനല്ല, കൃമിയാണ് ഞാൻ. വിഡ്ഢിയായ സാംസ, ആരാണത്? നിന്റെ ശബ്ദമോ കേട്ടവനുണ്ടല്ലോ. നോർത്ത് നോക്കൂ സാംസൺ. നീ ദളിതയല്ലേ? വഞ്ചകി! നീ എന്തിനവിടെ വന്നു? നിന്നെ എനിക്ക് കാണണ്ട. ധീരനായ സാംസന് ദീനരോധനം കേട്ട് ആസ്വദിക്കാൻ വന്നതാണേ. സ്നേഹത്തിന്റെ പുതപ്പണിയിച്ച് എന്നെ ചതിച്ചോളാ നീ. എടാ പമ്പര വിഡ്ഢി, ഫിലിസ്ത്യരെ തോൽപ്പിക്കാനുള്ള നിന്നെ കീഴ്പ്പെടുത്താൻ മാത്രമായിരുന്നു നിന്നോട് സ്നേഹം നടിച്ചത്. നീ സ്നേഹം നടിച്ചു തോൽപ്പിച്ചത് സാംസനെയല്ല, അവന്റെ ഉള്ളിലെ പ്രേമത്തെയാണ്. തടവറയിൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്ന നിനക്ക് വല്ല ശക്തിയുണ്ടോ? യഹോവ ഇനിയും എന്നിൽ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തവിട് പൊടിയാക്കും. ഈ ദലീലയുടെ സൗന്ദര്യം അതിനെ കുറിക്കും. യഹോവയാണ് എന്റെ ദൈവം, അവന് മാത്രമേ എന്റെ വിധി നിർണ്ണയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അഹങ്കാരി, ആരോടാണ് ഈ അട്ടഹാസം? യഹോവ, 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 ഞങ്ങളുടെ ദാവോൻ അതിരുശക്തൻ. അവനാണ് നിന്നെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചത്, അല്ലാതെ യഹോവയല്ല. നിങ്ങളുടെ ദാവോൻ അത്രയ്ക്ക് ശക്തരെങ്കിൽ അവന്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകൂ. ദാവോൻ മാത്രം ദൈവം, ദാവോൻ മാത്രം ദൈവം, ദാവോൻ മാത്രം ദൈവം. ശക്തനായ സാംസനെ അന്തരംഗിയതാര്? ദാവോൻ, ദാവോൻ, ദാവോൻ. ധീരനായ സാംസനെ ബന്ദിയാക്കിയതാര്? ദാവോൻ, ദാവോൻ, ദാവോൻ. എന്താ സാംസൺ, നിന്റെ ശക്തി കാണിക്കാൻ തിടുക്കമായോ? സ്ത്രീയുടെ കപടപ്രേമകടാക്ഷത്താൽ കുടുങ്ങി യഹോവയുടെ വ്രതം തെറ്റിച്ചതിന്റെ ശിക്ഷയാണിത്. അല്ലാതെ നിന്റെയോ നിന്റെ ദാഗോണിന്റെയോ ശക്തി അല്ല തരില്ല. ഇത്രയൊക്കെ ആയിട്ടും സാംസന്റെ ശക്തി ഒട്ടും ചോർന്നിട്ടില്ല. 100 പേര് കുഴയ്ക്കുന്ന മാവ് സാംസൺ ഒറ്റയ്ക്കല്ലേ കുഴയ്ക്കുന്നത്? കൊള്ളാം കൊള്ളാം. യഹോവയുടെ ശക്തിയിപ്പോ ഫിലിസ്തീനർ മാവ് കുഴച്ചോണ്ടിരിക്കുക. എന്റെ യഹോവേ, എന്റെ പീഡനങ്ങളും എനിക്കുണ്ടായ നിന്ദനകളും അങ്ങനെ പാപപരിഹാര ബലിയായി സ്വീകരിക്കണമേ. അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. യഹോവേ, ഇതാണ് ഞങ്ങളുടെ ദൈവൻ ദാവോൻ. അവനെ വിളിച്ചപേക്ഷിക്കുക, അവൻ നിനക്ക് ശക്തി നൽകും. യഹോവേ, പാപിയായ എന്നെ കനിയണമേ. അങ്ങ് മാത്രമാണ് എന്റെ ദൈവം. അങ്ങയുടെ ബഹുത്വം ഇവരെല്ലാം അറിയിക്കുവാൻ അങ്ങയുടെ ആത്മാവിന്റെ ശക്തി എന്നിൽ ചൊരിയണമേ. യഹോവേ, നീ മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന് ഇവരെ കാണിക്കണമേ. യുവത്വത്തിന്റെ അഹങ്കാരത്തിൽ തന്റെ ശക്തിയും സൗന്ദര്യവും നഷ്ടപ്പെട്ട സാംസൺ തന്റെ കാരാഗ്രഹവാസവും പീഡനവും ദൈവത്തിന് കാഴ്ചയായി നൽകി. അതവന്റെ പാപപരിഹാര ബലിയായി യഹോവ സ്വീകരിച്ചു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ സഹനങ്ങൾ ദൈവത്തിന് ബലിയായി സമർപ്പിച്ച് അവന്റെ അനുഗ്രഹത്തിനായി നമുക്ക് കാത്തിരിക്കാം.